ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. സർ, ഞാൻ തിരുവനന്തപുരം ശ്രീകാര്യം എന്ന സ്ഥലത്ത് നിന്നും എഴുതുന്ന കത്താണിത്. എൻ്റെ ഭർത്താവ് വിദേശത്താണ്. എനിക്ക് ഒരു മകൾ മാത്രമേ ഉള്ളൂ. എത്ര ശ്രമിച്ചിട്ടും മകളുടെ വിവാഹം നടക്കുന്നില്ല. വീട്ടിലാണെങ്കിലും യാതൊരു പുരോഗതിയുമില്ല. പലരും സ്ഥലത്തിന് ദോഷമുണ്ട് എന്ന് പറയുന്നു. എല്ലാവിധ വിശദാംശങ്ങളും ഇതോടൊപ്പം വയ്ക്കും. ദയവായി മറുപടി വന്ന് സഹായിക്കണമെന്ന് ശ്രീകാര്യത്തെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതൊരു എൽ ഷേപ്പ് പ്ലോട്ടാണ്. നമ്മൾ എപ്പോഴും ഒരു വസ്തു എടുക്കുന്ന സമയത്ത്, വീട് വെക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്നതാണ് നമുക്കൊരു ചതുരമോ സമചതുരമോ ആയിരിക്കണം. ഇത് ശരിക്കും ഒരു എൽ ഷേപ്പിലായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം വെച്ചാൽ എൽ ഷേപ്പ് സ്ഥലം എന്താ വെച്ചാൽ ഇത് വണ്ടി കയറാനായിട്ട് വേണ്ടി മാത്രമാണ് ആ ഒരു സ്ഥലത്തേക്ക് ഒരു എൽ ഷേപ്പിൻ്റെ ഒരു സാധനം വെച്ചിരിക്കുന്നത്. കാരണം അപ്പോൾ എൽ ഷേപ്പായിട്ട് വരുന്ന ആ ഒരു പോർഷൻ ഇവർ ഭൂമിക്ക് അടിയിൽ കൂടി കെട്ടി സ്ക്വയർ ചെയ്യണം. കാരണം വെച്ചാൽ ഈ എൽ ഷേപ്പ് വരുമ്പോൾ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് പോർഷനാണ് വസ്തുവിൻ്റെ മിസ്സിങ് ആണ്, വീടിൻ്റെ അല്ല, വസ്തുവിൻ്റെയാണ്. അപ്പോൾ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് ശരിക്കും കുട്ടികളുടെ പോർഷനാണ്. അപ്പം കുട്ടികളെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇതിനകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് ആ എൽ ഷേപ്പ് സ്ക്വയർ ചെയ്തെടുത്താൽ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ പടിഞ്ഞാറ് ഭാഗം, വീട് നിൽക്കുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് 40 സെൻറ്റിമീറ്റർ മാത്രമേ മതിലുമായിട്ടുള്ള ഗ്യാപ്പുള്ളൂ. അപ്പം ഇത് വരുമ്പോൾ ഈ വീടിരിക്കുന്നത് പിശാച് വീതിയിൽ ആയിപ്പോവും. അതിൻ്റെ അകത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മതിൽ ഇനി ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ ഒന്നും മാറ്റാനുള്ള സ്പേസ് ഒന്നും നമുക്ക് ഓൾറെഡി ഇല്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന് പരിഹാരമായിട്ട് ഫെങ്ഷുയി പ്രകാരം വീട് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ കന്നിമൂലയിലായിട്ടാണ് ഇതിൻ്റെ അടുക്കള വരുന്നത്. അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഇതിൻ്റെ അടുക്കള വരുന്നത്. ഈ അടുക്കള കന്നിമൂലയിലാണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഒരു 150 സെൻറ്റിമീറ്റർ തെക്ക് പടിഞ്ഞാറ് പോർഷൻ മുറിഞ്ഞു പോയതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഭാഗം ഇവർ സ്ക്വയർ ചെയ്തെടുക്കണം. കാരണം കന്നിമൂല മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ശ്വാസമുട്ടൽ പോലത്തെ അസുഖങ്ങളുണ്ടാവാം, കാലുവേദനയുടെ അസുഖങ്ങളുണ്ടാവാം. അതുപോലെ പെൺകുട്ടികളുടെ കല്യാണമൊക്കെ ചിലപ്പം ഡിലേ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വീടിൻ്റെ തെക്ക് ഭാഗം ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 മുറിയാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ വീടിനെ സംബന്ധിച്ച് വിവാഹത്തിൻ്റെ പോർഷനാണ്. അപ്പോൾ ഈ ഒരു ഭാഗം മുറിഞ്ഞു പോയാൽ ഇതിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കുട്ടികളുടെ വിവാഹം തടക്കാൻ സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ പലപ്പോഴും വിളിക്കുന്ന പല ആൾക്കാരും പറയുന്നത് ജാതക പ്രകാരം ഒരു കുഴപ്പങ്ങളും കാണുന്നില്ല. കാരണം വെച്ചാൽ ജാതകത്തിൽ വളരെ നല്ല സമയമാണ്, ഇപ്പോൾ കല്യാണം നടക്കേണ്ട സമയമാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കല്യാണം ഒന്നിൽ ജാതകം കറക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ കല്യാണം ഏതെങ്കിലും കാരണവശാൽ തടസ്സപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വരുന്ന ആൾക്കാർക്ക് ഇവരെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ കുട്ടിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കല്യാണം ഡിലേ ആയി പോയിക്കൊണ്ടേയിരിക്കും. അത് ഇതിൻ്റെ പ്രശ്നമാണ്. അതുപോലെ ഗന്ധർവൻ്റെയും യക്ഷിയുടെയും നാഗത്തിൻ്റെയും ഉപവാസമുള്ള ഭൂമിയായിട്ട് കാണുന്നുണ്ട്. ഇതിന് വേണ്ടുന്ന പരിഹാരം ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ ഇവർക്ക് പിതൃദോഷം കാണുന്നുണ്ട്, അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് പോർഷൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ. അതിന് പ്രതിവിധിയായിട്ട് ഭൂമിക്കടിയിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഈ പ്ലോട്ട് സെപ്പറേറ്റ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഈ കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൻ്റെ സൗത്ത് ഭാഗം ഫെങ്ഷുയി പ്രകാരം എനർജൈസ് ചെയ്താൽ കല്യാണ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. കാരണം സൗത്ത് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ ഭാഗമാണ്. ആ ഭാഗത്ത് അഗ്നിയുടേതായ അല്ലെങ്കിൽ തീയുടെ സിമ്പിൾസ് ഉള്ള കളറുകൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ചുമന്ന കളറുകളോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കല്യാണത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഈ കുട്ടിയുടെ ജാതകം എടുക്കുന്ന സമയത്ത് ജാതകത്തിൽ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രീതികരമായിട്ടുള്ള കർമ്മം കൂടി ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സമയമോശത്തിനൊക്കെയുള്ളൊരു പരിഹാരമാവും. അതേപോലെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ എപ്പോൾ ചെയ്യുന്നോ അന്നേരം തൊട്ട് കല്യാണത്തിൻ്റെ ഉള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിടും. ജാതകത്തിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. ഭദ്രകാളി പ്രീതി വരുത്തി പോവുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ വീടിനകത്തും പുറത്തുമായിട്ടൊക്കെ മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ വെക്കാറുണ്ട്. അതിൽ ഗേറ്റിന് സമീപത്തായിട്ട് വെക്കുന്ന മൃഗങ്ങളുടെ രൂപങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജി അങ്ങനെയൊക്കെ പല വീട് ക്ഷയിക്കുമെന്നൊക്കെ കേൾക്കാറുണ്ട്. അതിലെത്രത്തോളം സത്യമുണ്ട്? നമ്മളെ ഫെങ്ഷുയി പ്രകാരമുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. കാരണം വെച്ചാൽ പണ്ട് ഗേറ്റുകളിലൊക്കെ രൂപങ്ങൾ വെക്കുന്നതൊക്കെ, പക്ഷെ അങ്ങനെയുള്ള പല വീടുകളും ഒരു ഉയർച്ച ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ
ഗേറ്റിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ഗേറ്റിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും 2 സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ഒരു രൂപങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി അഥവാ കൊടുക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഫെങ്ഷുയി പ്രകാരം നമ്മൾ കുറച്ച് സിമ്പിൾസുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളൊരു ഗേറ്റ് പണിയുമ്പോഴോ അല്ലെങ്കിൽ വീട് വെക്കുമ്പോഴോ നമ്മൾ അതിനകത്ത് ആയുധങ്ങളുടെ പടങ്ങളോ അല്ലെങ്കിൽ ത്രികോണ ഷേപ്പുകളോ ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യരുത് എന്ന് വാസ്തുവിൻ്റെ അത് പ്രത്യേകം ചൈനീസ് വാസ്തു പ്രകാരമുള്ള കാര്യങ്ങളാണ്, അതിനകത്ത് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള രൂപങ്ങളോ പോസിറ്റീവായിട്ടുള്ള പിക്ചറുകളോ നമ്മുടെ വീട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അത് ആ വീട്ടിൽ ആര് താമസിച്ചാലും അവർക്കിത് കാണുമ്പോൾ അവർക്കൊരു മനസ്സിനൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഇപ്പം ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ അങ്ങനെ കൂടെ പ്രതിമകൾ കുറേ സംഭവങ്ങൾ ഫെങ്ഷുയിക്കകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിമ കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രതിമ തന്നെ നമുക്ക് വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് സന്തോഷം തരുന്ന ഏത് രീതിയിലുള്ള പിക്ചറും നമുക്ക് യൂസ് ചെയ്യാം. ആ വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളോടും അല്ലെങ്കിൽ ഭാര്യയോട് പോലും നമുക്ക് സന്തോഷകരമായിട്ട് പെരുമാറണമെങ്കിലും ആ വീട്ടിൽ തരുന്ന ഊർജ്ജം, ആ വീടിൻ്റെ പോസിറ്റീവ് ഊർജ്ജം നമ്മളെ സ്വാധീനിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കണം, ഒരിക്കലും നമ്മൾ നെഗറ്റീവ് ഊർജ്ജം സ്വാധീനിക്കരുത്. അപ്പം നമുക്ക് സന്തോഷം തരുന്ന ഫോട്ടോകളോ പ്രതിമകളോ വെക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. പക്ഷേ സന്തോഷം തരാത്ത രൂപങ്ങളായാലും ഫോട്ടോ ആയാലും മാക്സിമം ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം